അടുത്തതായി പുരസ്കാരം സ്വീകരിക്കുന്നു ശ്രീ രാജേഷ് രാജ്. സോളാർ എനർജി ഉപയോഗിച്ച്, അതുപോലെ തന്നെ കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് ഒരു ബോട്ട് പൂർണ്ണമായിട്ടും നിർമ്മിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചത്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ ഇനിയും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നു. രാജ് ഇലക്ട്രോ പ്രൊഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായ രാജേഷിന്റെ ഈ നൂതന ആശയം ഇന്ന് ലോകം ചർച്ച ചെയ്യുകയാണ്. പുറമെ നിന്ന് ഒരിക്കലും റീചാർജ് ആവശ്യമില്ലാത്ത, എന്നാൽ ഇരുവും പകലും അൺലിമിറ്റഡായി സഞ്ചരിക്കാവുന്ന സോളാർ വിൻഡ് ബോട്ട് ശ്രദ്ധേയമാവുകയാണ്. ശക്തിയേറിയ 2 മോട്ടോറുകൾ ഹൃദയമായിട്ടുള്ള ഈ ഡബിൾ ഹൾ ബോട്ട് 50 പേർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാവുന്നതാണ്. ആഴക്കടൽ സുരക്ഷാ മേഖലയ്ക്ക് നേവി അടക്കമുള്ള വിഭാഗങ്ങൾക്ക് ഈ മോഡൽ പരീക്ഷിക്കാവുന്നതാണ്. മികച്ച സാങ്കേതിക മുന്നേറ്റത്തിന് ഭാരതത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് ശ്രീ രാജേഷിനെ MNTV ബിഗ് സല്യൂട്ട് നൽകി ആദരിക്കുന്നു. വിൻഡ് എനർജിയിൽ ആദ്യത്തെ കേരളത്തിലെ ബോട്ട് കണ്ടുപിടിച്ച ആളാണ് ഈ നിൽക്കുന്നത്. അദ്ദേഹം കണ്ടുപിടിച്ച ബോട്ടിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും റീചാർജ് ചെയ്യണ്ട. ഇപ്പോൾ EV വെഹിക്കിൾ അല്ലെങ്കിൽ EV ബോട്ട് എന്നൊക്കെ പറയുമ്പോൾ എവിടെയെങ്കിലും കറണ്ടിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് റീചാർജ് ചെയ്യണം. ഈ ബോട്ട് വെള്ളത്തിൽ കിടന്നാൽ മതി, സൗരോർജ്ജം കൊണ്ട് അത് റീചാർജ് ആകുകയും, ഇനി രാത്രിയിൽ സൗരോർജ്ജം ഇല്ലെങ്കിൽ ഈ ബോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ ഒരു വിൻഡ് മില്ല് പോലെയുള്ള ചെറിയൊരു ടർബൈൻ ബോട്ടിന് മുകളിലുണ്ട്. അത് കറങ്ങി അതിൽ നിന്നും ഗതികോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റി 2000 വാട്ട്സ് അല്ലേ, 2000 വാട്ട്സ് വൈദ്യുതോർജ്ജമാക്കി മാറ്റി ബോട്ടിലെ AC, ഫ്രിഡ്ജ്, TV കാര്യങ്ങളെല്ലാം ചെയ്യും. 50 പേർക്ക് കയറാവുന്ന ഒരു വെഹിക്കിളാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ ബോട്ട് ഇപ്പോൾ ഗവൺമെൻറ് അംഗീകാരം നേടി. ആദ്യമായിട്ട് അത് നീറ്റിലിറക്കിയതിൻ്റെ അന്നാണ് മലനാട് TV അതിൻ്റെ ഒരു വീഡിയോ എടുത്തത്. ഇപ്പം കുറച്ച് ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് പിന്നീട് ഇതിനോടൊപ്പം നമുക്ക് കാണിക്കാം. അപ്പം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാം. അതുപോലെ തന്നെ ആ ബോട്ടിൻ്റെ സാധ്യതകൾ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ, ഒരു ചെറിയ പ്രമോ ഇട്ടപ്പോൾ തന്നെ കൽക്കട്ടയിലുള്ള ഒരു നേവി ഉദ്യോഗസ്ഥൻ നമ്മളെ കോൺടാക്റ്റ് ചെയ്തു. അദ്ദേഹം നമ്മളെ ബന്ധപ്പെടുകയും അദ്ദേഹം ഈ ബോട്ടിന് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിലും ചെയ്യാനായിട്ട് അവർ തയ്യാറാണ്. സദേൺ നേവൽ ബേസിൽ PROയുമായിട്ട് അദ്ദേഹം കണക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? മലനാട് TV ഇങ്ങനെ ഒരു ബിഗ് സല്യൂട്ട് എന്നുള്ള പ്രോഗ്രാം ശരിക്കും രാജേഷ് ഭായിയുടെ ഇൻ്റർവ്യൂവിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഒരു വാക്ക് സംസാരിക്കാം. ദ MSME ഗ്രീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസിങ് ഫോർ ട്രാൻസ്ഫോർമേഷൻ സ്കീം. ഓൾറെഡി ഈ സ്കീമിന് വേണ്ടി കേരളത്തിൽ നിന്ന് 12 പ്രൊജക്റ്റ് ചെന്നിട്ടുള്ളൂ. ഈ പ്രൊജക്റ്റുകളെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യും, അതിൻ്റെ പൊട്ടൻഷ്യൽ ബേസ് ചെയ്ത് ഹൈ, മീഡിയം, ലോ. വളരെ സങ്കടം പറയാം, മീഡിയം ലോയിൽ മാത്രമേ കേരളത്തിൽ നിന്ന് പ്രൊജക്റ്റ് ചെന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു കാര്യം സാറിന് എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു DPR പ്രൊജക്റ്റ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് ഈ സ്കീമിൽ, ഗിഫ്റ്റ് സ്കീമിൽ ഫണ്ട് അനുവദിക്കാൻ ഉള്ള പ്രൊജക്റ്റ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കമ്മീഷണറൊക്കെ എത്തുമ്പം എന്തെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു സഹായം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതിവിടെ രാജേഷിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുകയാണ്, ചെയ്യും എന്ന്. എന്തായാലും ബിഗ് സല്യൂട്ട് സാർ, ബോത്ത് ഓഫ് യു. You are watching Malanar TV India, the first national integration channel.